ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ മിലു കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിന്നറാണ്. നമ്മൾ മിക്കവാറും വീട്ടിലൊക്കെ എപ്പോഴും അല്ല എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ ചപ്പാത്തി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ലെയേർഡ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെയ്യുന്നത് നല്ല പൊട്ടറ്റോ ബജിയാണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ചപ്പാത്തിയും പൊട്ടറ്റോ ബജിയും അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിരുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആട്ട നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ആട്ടയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ ആട്ട കുഴയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ആട്ടയൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ നമ്മളിത് തേച്ച് കൊടുക്കണം. ഈ മാവ് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. പൊട്ടറ്റോ ബജ്ജി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പൊട്ടറ്റോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നടുവേ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ബജി തയ്യാറാക്കുന്നതിനുള്ള നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ആക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 2-3 വറ്റൽ മുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇടാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ചെറിയ സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നോക്കാം നമ്മുടെ പൊട്ടറ്റോ വെന്തോ നോക്കാം. ഇതുപോലെ ഒന്ന് കുത്തി നോക്കണം. പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ ചൂടാറിയിട്ട് ഇതൊന്ന് പൊളിച്ച് സ്മാഷ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി സവാളയൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ. എന്നാലേ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് കിട്ടിയാലേ നമുക്കൊരു കളറ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേണം നമുക്ക് സവാളയുടെ കൂടത്തിൽ ഇളക്കി ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലേ അതിൻ്റെ ആ കളറ് നമുക്ക് നല്ല മഞ്ഞയായിട്ടുള്ള കളറ് കിട്ടത്തില്ല. പൊട്ടറ്റോ ബജിക്ക് നമ്മളെപ്പോഴും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നല്ല മഞ്ഞ കളറല്ലേ. അപ്പോൾ അതുപോലെ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. പിന്നെ ഞാൻ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പൊട്ടറ്റോ ബജിക്ക് ഒരു തക്കാളി ഒന്നും നമ്മൾ ചേർക്കത്തില്ല. പക്ഷെ ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയ പുളി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഈ മഞ്ഞ
കളറിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ റെഡ് കളറ് ഇങ്ങനെ കിടക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു ടേസ്റ്റുമാണ്. തക്കാളിയുടെ ഒരു പുളിയൊക്കെ നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്കപ്പോൾ അതിൻ്റെ ഒരു പകുതി തക്കാളി നമുക്കിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഇത്രയൊന്ന് വഴന്നാൽ മതി. ഒത്തിരി ഒന്ന് വഴണ്ട് സ്മാഷായിട്ട് നല്ല സോഫ്റ്റായിട്ട് പോകേണ്ട കാര്യമില്ല. ഈ ഒരു രീതിയിൽ മാത്രം വഴട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തില്ല. ഉപ്പൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഈ സമയം നമുക്ക് പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് സ്മാഷായി പോകണ്ട. ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് സ്മാഷാവണ്ട. ഈ ഒരു രീതിയിൽ സ്മാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് പൊട്ടറ്റോ. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട. ഇടയ്ക്കിടയ്ക്കൊരു കഷ്ണമൊക്കെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടി. എനിക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആ കളറൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ഒത്തിരി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ലൂസായിട്ട് നല്ല ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം, അതായത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പൊട്ടറ്റോയിലെ മസാല ഉള്ളി എല്ലാം കൂടെ കിടന്നൊന്ന് വേവിച്ച് ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ ബാജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായി. വെള്ളം നന്നായിട്ട് വറ്റി നമ്മുടെ ബാജി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ചപ്പാത്തിയൂടെ ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാം. കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ച് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കിനിയും ഇത് ഓരോ ബോളുകളായിട്ട് എടുക്കണം. ഈ ഒരു രീതിയിൽ ബോളുകളായിട്ട് നമുക്ക് ഓരോന്നും ബോളുകളാക്കി എടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു ബോൾ എടുത്ത് ചപ്പാത്തി നമ്മൾ ഇങ്ങനെ ഈ ഒരു പൊടിയിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലൊരു ചപ്പാത്തി പലക എടുത്തിട്ട്, അതോ നിങ്ങൾക്ക് കിച്ചൺ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഒക്കെ വെച്ച് നമുക്കിതുപോലെ ഒന്ന് റൗണ്ടായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നമുക്ക് ഒന്ന് വട്ടത്തിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ചപ്പാത്തി ഈ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതിനുശേഷം നമുക്കിനി ഇത് ഒന്ന് പൊടി മുക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി ഈ ഒരു രീതിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. റൗണ്ടിലല്ല നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈ ചപ്പാത്തി പരത്തിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു രീതിയിൽ. നമുക്കിനി ഓരോ ബോളുകളും ഇതുപോലെ നമുക്ക് ചപ്പാത്തി ഈ ഒരു രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നതിനായിട്ട് ഇതുപോലെ നമ്മളൊരു തവ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചിടരുത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ വരും. അതൊന്ന് ഇതായി കഴിയുമ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ.
നമ്മുടെ ചപ്പാത്തി ഇത് കണ്ടോ നന്നായിട്ട് പൊള്ളി ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പൊങ്ങി വരുന്നുണ്ട്. ഇതാണ് ഈ ലെയർ ചപ്പാത്തിയുടെ ഒരു പ്രത്യേകത. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ചപ്പാത്തി. കണ്ടോ, ഇങ്ങനെ പൊള്ളി വരും. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ മുകളിലോട്ട് തൂകി കൊടുക്കണം. അതുപോലെ മറിച്ചിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്ത് നമുക്ക് ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് പൊള്ളിച്ച് എടുക്കാം. നോക്കിയാൽ നമ്മുടെ ചപ്പാത്തി നല്ല മൊരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊള്ളി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ലെയർ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് ചൂടോടെ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ലേഡ് ചപ്പാത്തിയും പൊട്ടറ്റോ ബജിയും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതുകൊണ്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടോ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നോക്കിയേ എത്ര ലെയറാന്ന് നോക്കിയേ. ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റുമാണ്. നോക്കിയേ, ഇനി നമുക്ക് ഈ ചപ്പാത്തി ഇങ്ങനെ മുറിച്ച്, നല്ല സോഫ്റ്റാണ് കണ്ടോ, ഇങ്ങനെ മുറിച്ച് പൊട്ടറ്റോ ബജി ഇങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. സൂപ്പറാണ് ഇത്, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോടോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കുശാലായി നമ്മുടെ ഡിന്നറ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.